ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ഉണ്ണിയപ്പം. ഓരോ നാട്ടിലും ഓരോ തരത്തിൽ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിയപ്പം എന്നാണ് പറയുക. ചില ആൾക്കാർ കാരോലപ്പം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. പല വിധത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മൈദ, ഗോതമ്പ് പൊടി, ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ശർക്കര ഉരുക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് വേണ്ടത് 1 സ്പൂണ് അവിലാണ്. വെളുത്ത അവിലോ ബ്രൗൺ കളർ അവിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അവിലിൻ്റെ അളവ് കൂടാതെ നോക്കണം. അവിലിൻ്റെ അളവ് കൂടിയാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് മാറും. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ കൊത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ള്, പിന്നെ ഒരു 2 മൈസൂർ പൂവൻ പഴം. അടുത്തതായിട്ട് വേണ്ടത് ഒരു 2-3 ഏലക്കായ. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും ഈ ചേരുവകളെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കണം. ആദ്യം തന്നെ കുറച്ച് അരി എടുത്തിട്ട് അതിലേക്ക് ശർക്കര പാവ് ഒഴിച്ച് അത് നന്നായിട്ട് അരച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. ഒരുപാട് പേസ്റ്റ് ആയിട്ടൊന്നും അരയ്ക്കേണ്ട, കുറച്ചൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി. ശർക്കരപ്പാനി കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരയ്ക്കാം. അവില്, പഴം, ഏലക്കായ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവിലും പഴവും ചേർത്തത്. ഇനി ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഈ മാവിൻ്റെ. ഒരുപാട് ലൂസായിട്ടുള്ള മാവുമല്ല, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മാവുമല്ല. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ മാവ് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് അതിൽ തേങ്ങ കൊത്തും എള്ളും വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള തേങ്ങ കൊത്തിട്ട് കൊടുത്തു. തേങ്ങ കൊത്ത് നല്ലോണം മൂത്ത് വരണം, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ കൊത്ത് ഇവിടെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് അവിടെ നന്നായി മൂത്ത് പൊട്ടി വരാൻ തുടങ്ങിയിട്ട് എള്ളൊക്കെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് മാവിൽ ചേർത്തിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. മാവ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള എള്ളും തേങ്ങാക്കൊത്തും ഈ മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്തും എള്ളും വറുത്ത് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായല്ലോ. അത് കാരണം കൊണ്ട് നെയ്യെല്ലാം കട്ട പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആദ്യമൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ തീരെ ശരിയാവില്ലായിരുന്നു, ഭയങ്കര ഹാർഡായിട്ട് വരുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാണ് ഈ അവില് ചേർക്കണത്. അവില് ചേർത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ മാവ് ഇവിടെ ഉണ്ണിയപ്പം ചൂടാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ പനിയാരക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഓരോ കുഴിയിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. തീ ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു വരുമ്പോഴത്തേനും ആദ്യം ഒഴിച്ച കുഴിയിലത്തെ അപ്പം അങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റ് പാകമാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് അപ്പം അങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഓരോ ഭാഗം തിരിച്ച് മറച്ചു വിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് മറച്ചിട്ട് കൊടുത്തതാണ്. ഇനി ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇത് അപ്പം ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അരച്ച് വെച്ചിട്ടുള്ള മാവ് തീരുന്ന വരെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ച് വെച്ചിട്ടുള്ള മുഴുവൻ മാവ് കൊണ്ടും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കാറെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ണിയപ്പം വന്നിട്ടുള്ളത്. നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മൈദയോ ഗോതമ്പ് പൊടിയോ സോഡാ പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.